റിൻസി, ആ മലയാളം പത്രം ഒന്ന് എടുത്ത് നോക്കിയേ, ഞങ്ങളുടെ ഫോട്ടോ വന്നിട്ടുണ്ടോന്ന് നോക്ക്. ഓ, അതിവിടെ ഉണ്ട്. അപ്പച്ചൻ വായിച്ചോണ്ടിരിക്കുക. ഓമനയുടെ ഓണാഘോഷ പരിപാടി സെപ്റ്റംബർ 20-ന്. ആരാണ് ഈ റിൻസി ഈ ഓമന? പത്രത്തിലൊക്കെ പേര് വരണമെങ്കിൽ അവൾ ആള് ഭയങ്കര ഗെയിമിങ് ആയിരിക്കണമല്ലോ. എൻ്റെ അപ്പച്ച ഓമന എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മലയാളി അസോസിയേഷനാ. ഓർഗനൈസേഷൻ ഓഫ് മലയാളി അമേരിക്കൻസ് ഓഫ് നോർത്ത് അമേരിക്ക. അപ്പച്ചൻ്റെ മോനാ അതിൻ്റെ സെക്രട്ടറി. യവനെന്താ ഓണത്തിന് വല്ല ബാലയും കളിക്കാൻ പോകുന്നുണ്ടോ? ഇതിനകത്ത് കുറെ തലകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഓണപരിപാടിയെക്കുറിച്ച് യാതൊരു വിവരം എഴുതിയിട്ടില്ല. അതെ അപ്പച്ച, അത് ഇവിടുത്തെ ഒരു രീതിയാ. ഏത് അസോസിയേഷന്റെ കാര്യത്തിലായാലും അതിൻ്റെ ഭാരവാഹികൾ, അതായത് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ഇവരുടെയൊക്കെ ഫോട്ടോ നല്ല മുഴുപ്പിലെടുത്ത് പത്രത്തിൽ അങ്ങ് കൊടുക്കും. എന്നാലല്ലേ 4 പേര് കാണത്തുള്ളൂ. പിന്നെ ഈ പരിപാടിയുടെ പ്രോഗ്രാമൊക്കെ തയ്യാറാവുന്നത് അവസാന നിമിഷത്തിലായിരിക്കുന്നു മാത്രം. എന്നിട്ട് നിന്റെ മാത്രം ഫോട്ടോ എന്താ ഇത്ര ചെറുതായി പോയേ? സെക്രട്ടറി പദവി എന്നൊക്കെ പറഞ്ഞു അത്ര താഴ്ന്നതാണോടാ? പക്ഷെ നോക്കട്ടെ, അത് ശരിയാണല്ലോ. എല്ലാവരുടെയും വലിയ ഫോട്ടോ, അച്ചായൻ്റെ മാത്രം ഒരു ചെറിയ ഫോട്ടോ ഒരു മൂലയ്ക്ക്. ഇത് ശരിയല്ല കേട്ടോ. കാണിച്ചേ നോക്കട്ടെ. ഇതാ ഗോപി ഒപ്പിച്ചതാ. അവനിതല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ പേപ്പർ അങ്ങ് മാറ്റിവേ. ആ ഷൈനി ഇപ്പൊ ഇങ്ങ് വരും, പിന്നെ അവക്ക് അതേ പറയാൻ കാണത്തുള്ളൂ. അതിന് ഈ പത്രം മാറ്റി വെച്ചിട്ടൊന്നും കാര്യമില്ല. അവൾ വരുന്നത് തന്നെ ഒരു പത്രമായിട്ടായിരിക്കും. എന്നാൽ അവർ കാണിച്ച വളരെ ചീപ്പായിപ്പോയി. ജോർജ് ഒന്നും ഇതിന്റെ സെക്രട്ടറി അല്ലേ? ഇതിൽ എൻ്റെ ഫോട്ടോയ്ക്കാണ് ഒരു ഗ്ലാമറും ഇല്ല. അതിപ്പോ ഷൈനി വല്ല അച്ചടിപ്പശകായിരിക്കും. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അങ്ങനെ പെർഫെക്റ്റ് ആണെന്നില്ലല്ലോ. വിട്ടുകളാ. ഇത് അച്ചടി പശുവൊന്നുമല്ല, അവർ മനഃപൂർവ്വം ചെയ്ത. കഴിഞ്ഞ ക്രിസ്മസിന് തുടങ്ങിയത് അവിടെ ഈ തോന്നിവാസങ്ങൾ. എന്നാലും വൈസ് പ്രസിഡന്റായ എനിക്കും സെക്രട്ടറിയായ ജോർജിനും അവർ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് തന്നോ? ആ ഗോപിയും ചാക്കോച്ചനും ഈ അസോസിയേഷന്റെ തലപ്പത്ത് വന്നപ്പോ തുടങ്ങിയതാ പ്രശ്നങ്ങൾ. മനസ്സിലായില്ലേ? അല്ല, ഇവര് നമ്മളെ വകവെക്കുന്നില്ലെങ്കിൽ നമുക്ക് ഓമനയ്ക്ക് ബദലായിട്ട് വേറൊരു അസോസിയേഷൻ ഉണ്ടാക്കിയാലോ? പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആമിന, അമേരിക്കൻ മലയാളി ഇന്ത്യൻ ഓഫ് നോർത്ത് അമേരിക്ക. നിങ്ങൾ എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. അടുത്ത കമ്മിറ്റി മീറ്റിങ്ങിന് ഇതൊന്ന് അവതരിപ്പിക്കുക. പക്ഷെ വിട്ടുകൊടുക്കണ്ട കേട്ടോ. ഞാൻ ഈ ഇൻഷുറൻസ് ഫീൽഡിൽ ഒന്ന് പച്ച പിടിച്ച് വരുന്നത് ആ ഗോപിക്ക് സൂചിക്കണില്ല. ഓമനയുടെ സെക്രട്ടറി ആയിട്ട് ഞാൻ എന്ന് ചാർജ് എടുത്തോ അന്ന് മുതൽ തുടങ്ങിയത് അവന് ദഹനക്കേട്. ഏതായാലും ഈ വർഷത്തെ ഓണാഘോഷത്തിന് ഒരു പ്രോഗ്രാം റെഡി. ഓണത്തല്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് ഓമനയുടെ ഓണാഘോഷ പരിപാടികളെക്കുറിച്ച് ആലോചിക്കാനാണ്. ചിലർക്കൊക്കെ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചാക്കോച്ചയ, പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇതേപടി മുൻപോട്ട് കൊണ്ടുപോകാനാ പ്ലാനെങ്കിൽ ഞങ്ങൾ ചിലർക്ക് ചില ബദൽ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. ജോർജ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഈ ഓമനയുടെ മുൻ പ്രസിഡന്റുമാർക്കും നേതാക്കന്മാർക്കും ഇപ്പോഴത്തെ നേതാക്കന്മാർ യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. നിങ്ങൾ അങ്ങനെ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊക്കെ ആലോചിച്ചിട്ടല്ലേ ഇവിടെ തീരുമാനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ക്രിസ്മസ് പ്രോഗ്രാമിനാണെങ്കിൽ നിങ്ങളെയൊക്കെ സ്റ്റേജിൻ്റെ ഏറ്റവും മുമ്പിൽ തന്നെ ഇരുത്തിയില്ലേ? അതുപോലെ തന്നെ പൊന്നാട അണിയിക്കുകയും ചെയ്തു. ഒരു പൊന്നാട! നിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിന് ഒരു പ്രസംഗം പോലും അനുവദിച്ചായിരുന്നോ? കലാപരിപാടികളോ? നിങ്ങളുടെ കുട്ടികളുടെ 9 ഐറ്റംസ് ആയിരുന്നു അവിടെ. ഞങ്ങളുടെ കുട്ടികളുടെയോ വെറും 2 ഐറ്റംസ്. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പൊന്നാട. അതും പോട്ടെ, ഇവന്മാരെല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെ പിടിച്ച് സാന്താക്ലോസിന്റെ വേഷം കെട്ടിച്ചു. എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് പത്രത്തിലിട്ടു. വല്ലവർക്കും മനസ്സിലായോ ഇത് ജോർജ് തേക്കുമുട്ടിലാന്ന്? മനഃപൂർവ്വം ഉണ്ടാക്കിയ പരിപാടിയാന്നേ. അതും ഇപ്പൊ കാണിച്ചു തന്നെ ഒരു ചുണ്ണിങ്ങ ഫോട്ടോ എടുത്ത് എൻ്റെ പത്രത്തിലിട്ടു. പത്രത്തിൽ എൻ്റെ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ? അപ്പോഴേ എൻ്റെ മകൾക്ക് കിട്ടേണ്ട കലാതിലകം കഴിഞ്ഞ വർഷത്തെ ജഡ്ജസിനെ സ്വാധീനിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അടിച്ചു മാറ്റിയതോ? എൻ്റെ മകളെയും നല്ല രീതിയിൽ കാശ് കൊടുത്ത് തന്നെ ഡാൻസ് ചെയ്യാൻ പഠിപ്പിച്ചേ. എന്താ അക്രമം ഇങ്ങനെ പറയണേ തോന്നി. ഞാൻ ആ ജഡ്ജി ഇതിവിടെ ഇപ്പം നിർത്തണം. ഇങ്ങനെ ബഹളം വെക്കാനാണ് ഈ യോഗം കൂടുന്നതെങ്കിൽ ഇവിടെ ഓമനയുടെ ബോർഡ് മെമ്പറായിട്ട് എന്നെ എഴുന്നള്ളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവിടെ. ഇതിപ്പോൾ ഇവിടെ അവസാനിപ്പിച്ചില്ല ഉണ്ടല്ലോ. ഞാൻ ഈ നിമിഷം ഇവിടെ രാജിവെക്കും. ഓണം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ഉത്സവമാണ്.
അവിടെ ആരും വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഓണം ആഘോഷിക്കുന്നതിന് എന്താ അർത്ഥം? ആ സഹായിക്കാനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിന് 2 അവാർഡും ഒരു 3 പ്രസംഗം തരണം. എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഷൈനിക്കും ചാക്കോച്ചനും ഒരു അവാർഡ്, ജോർജിന് അവാർഡ് കമ്മിറ്റിയുടെ ചുമതല, ജോർജിൻ്റെ മക്കൾക്ക് 1-2 ഡാൻസും. പിന്നെ MC-യുടെ കാര്യം അത് നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചു? അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം, സ്വാഗത പ്രസംഗം ഞാൻ തന്നെ ചെയ്യും. പിന്നെ എനിക്ക് വല്ല മികച്ച സാമൂഹ്യ പ്രവർത്തകർക്കുള്ള ഒരു അവാർഡ് അത് മതി. ഗുഡ്, ഒരു ചേഞ്ച് വളരെ നല്ലതാ. വീട്ടിലെ ഷോക്കേസ് ആണെങ്കിൽ ഡാൻസിന്റെ പാട്ടിന്റെ ട്രോഫി കൊണ്ട് ആകെ നിറഞ്ഞിരിക്കുക. ചാക്കോച്ചന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് സ്പോർട്സ് അവാർഡ് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചാക്കോച്ചിനെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടില്ലല്ലോ. പിന്നെ ചാക്കോച്ചൻ ഭയങ്കര പിടിച്ച് ആൻഡ് അക്വറ്റിക് പ്ലെയർ അല്ലേ? പച്ച മലയാളത്തിൽ പറഞ്ഞ ചീട്ടുകളി വെള്ളവടി. അപ്പം എല്ലാവർക്കും തൃപ്തിയായ സ്ഥിതിക്ക് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അതെ ചാക്കോച്ച, അച്ഛനോട് പ്രസംഗിക്കാനൊന്നും പറഞ്ഞേക്കരുത്. അങ്ങേര് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം അങ്ങ് നടത്തിക്കോട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗ് ഓർമ്മയുണ്ടല്ലോ, ഞാൻ പുറകിൽ പോയി 2-3 മാന്ത് മാന്തിയ പിന്നെയാണ് അങ്ങേര് പ്രസംഗം നിർത്തിയത്. അത് സാരമില്ലെന്നേ, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇക്കൊല്ലത്തെ ഓണത്തിന് എന്നെ ക്ഷണിക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആട്ടെ, എന്തൊക്കെയാ പരിപാടികൾ? പരിപാടി ഒക്കെ തീരുമാനമായി വരുന്നേ ഉള്ളൂ. ഇനിയുണ്ടല്ലോ 2 ആഴ്ചയും കൂടെ. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ആയിരിക്കുമോ? അല്ലല്ല, ഇത്തവണ വ്യത്യാസമുണ്ട്. നമ്മുടെ അന്തപ്പം നാട്ടിൽ പോയിട്ടുണ്ട്, ഒരു 4 മുത്തക്കൂടെ പുള്ളി കൊണ്ടുവരും. പിന്നെ നമ്മുടെ പെണ്ണങ്ങളുടെ ഒരു ശിങ്കാരി മേളമുണ്ട് ഇത്തവണ പ്രത്യേകിച്ച്. ആട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടരുത്. ഇല്ലില്ല, ഈ കമ്മിറ്റിക്കാരെല്ലാം സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്ന ആ ഒരു രീതി ഒന്ന് കുറച്ചാൽ വളരെ നന്നായിരിക്കും. എൻ്റെ അച്ഛൻ അതെങ്ങനെ ശരിയാവും? ഈ കമ്മിറ്റിക്കാരോട് അവരെ സ്റ്റേജിൽ കയറ്റാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കാശ് മേടിക്കണത്. ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകണം, അങ്ങനെയല്ലേ? അപ്പോൾ പിന്നെ അവർക്ക് കൊടുക്കാതിരുന്ന അവർ സമ്മതിക്കുമോ? ആട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ സെലിബ്രേഷൻ നടത്തുമ്പം നമുക്ക് എന്തെങ്കിലും ജീവകാരുണ്യപ്രദമായ ഒരു പ്രവൃത്തി കൂടെ ചെയ്തുകൂടെ? മഹാമനസ്കനും ഉദാരമതിയുമായ മഹാബലിയെ അനുസ്മരിക്കാൻ ഇതല്ലേ നല്ലത്? ആലോചിക്കാം. ഓ, എനിക്കൊരു പ്രാർത്ഥനാ യോഗത്തിന് പോകാൻ സമയമായി വരുന്നു. അല്ല, ഞങ്ങൾക്ക് പോയിട്ട് ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് കാണാം. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാച്ചാ. ആട്ടെ, അല്ല, പരിപാടിക്കിടയിൽ എപ്പോഴെങ്കിലും എൻ്റെ ഒരു ഓണ സന്ദേശം കൂടെ വെച്ചേക്കുക. അതിപ്പോ ഇത് ഓണമല്ലേ അച്ഛാ, ക്രിസ്മസ് അല്ലല്ലോ. നമുക്ക് പോവാം. ഇനി ആരെയാ വിളിക്കാനുള്ളത്? ഏതായാലും നമ്മുടെ ഗ്രൂപ്പുകാരെ ആരെയും വിടാൻ പാടില്ല. അച്ഛൻ എന്തോ പരിപാടി? അല്ലട റിൻസി, നീ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു? എത്ര നേരമായിട്ട് നിന്റെ സെൽഫോണിൽ ഞാൻ വിളിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ആ ബ്യൂട്ടി പാർലറിൽ ഒന്ന് കയറിയതാ. അപ്പം ഫോൺ ബാഗിലായിരുന്നോണ്ട് കേട്ടില്ല, സോറി. എടി, ഓണപ്പരിപാടിക്ക് ഇനി ഒരാഴ്ചയോടെ ഇല്ലേ? നീ എന്തിനാ ഇന്നേ പൂട്ടി സലാണി പോയത്? അന്നേരം ഒന്നുകൂടെ ഒന്ന് പോയാ പോരെ? അതല്ല ഞാൻ ചോദിച്ച, അന്നേരം പോയാ പോരാന്ന്. അന്നേരം ഇന്നേരം കൂടെ പോകുമ്പോൾ രൂപ എത്രയാ ചെലവ്? എന്റെ ദൈവമേ, ഏത് നേരത്താണോ ഈ ഓമനയുടെ സെക്രട്ടറി ആകാൻ എനിക്ക് തോന്നിയെന്നാ ഞാൻ ഓർക്കണം. കണക്കായി പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ സെക്രട്ടറി സ്ഥാനം ഒന്നും വേണ്ട എന്നുള്ളത്. രാവിലെ ഈ അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞങ്ങ് ഇറങ്ങും. പിള്ളേരുടെ കാര്യം, വീട്ടുകാര്യം എല്ലാം അലങ്കോലമായിട്ട് കിടക്കുക. കൊച്ചുകുഞ്ഞേ, ഈ ഡ്രസ്സ് കൊള്ളാമല്ലോടാ. ഇത് ഓണത്തിടാൻ പറ്റിയ ഡ്രസ്സാ. ഇനി നീ വേറെ ഡ്രസ്സൊന്നും എനിക്ക് വാങ്ങിക്കണ്ട, ഞാൻ ഇത് തന്നെ ഇട്ടോളാം. എൻ്റെ അപ്പച്ചാത എനിക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചേക്കണ. അപ്പച്ചാത അവിടെ കൊണ്ട് തൂക്കിയിട്. എടാ, 10-45 വയസ്സായി, നീ എന്തിനാടാ ഇത്രയും തിളക്കമുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത്? ഇത് ഞാൻ തന്നെ ഇട്ടോളാം, എനിക്ക് നല്ല യോജിപ്പാ. ഇട്ടോ ഇട്ടോ. ചാക്കോച്ച, അച്ഛൻ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. നമ്മൾ ഈ ഓമനക്കാർ ഇതുവരെ നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും എന്തെങ്കിലും നന്മ പ്രവർത്തികളൊക്കെ നമുക്ക് ചെയ്യണം. സത്യം പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. നാട്ടിലെ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ഉഴവൂർ ചന്ദ്രൻ സാറ് അമേരിക്കയിൽ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ചീഫ് ഗസ്റ്റ് ആക്കിക്കൊണ്ട് പത്രക്കാരെയും ടി വിക്കാരെയൊക്കെ വിളിച്ച് ഒരു ചെക്കങ്ങോട്ട് കൊടുക്കാം. എന്താ? അത് നല്ല ഐഡിയ. അത് അമേരിക്കയിലെ പത്രങ്ങളിൽ മാത്രമല്ല, നാട്ടിലെ പത്രങ്ങളിൽ നമുക്ക് നല്ല കവറേജ് കിട്ടും. അത് തന്നെയല്ല, എപ്പോഴും വഴക്കും വക്കാനായിട്ട് നടക്കുന്ന ഈ ഓമനയ്ക്ക് നല്ലൊരു ഇമേജും കിട്ടും.
ഈ ചാക്കോച്ചായൻ്റെ ബുദ്ധി അപാരം തന്നെ. നമുക്കിനി ഒന്നും സംശയിക്കാനില്ല. ഒഴിവ് സാറിന് നമുക്ക് അങ്ങ് ക്ഷണിക്കാം. ബെസ്റ്റ് ഐഡിയ. നമ്മുടെ ഓമനയോണം 2008 ഒന്ന് കൊഴുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല മാവേലിയെ കണ്ടുപിടിക്കണം. ആ ചുമതല നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം. അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ജോർജ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ശാന്തക്ലോസ് ആയതുകൊണ്ട് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ഉണ്ട്. എന്ത് പറയുന്നു? ഫംഗ്ഷൻ ഇങ്ങ് അടുത്തു. പിള്ളേരുടെ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും പ്രാക്ടീസ് ഒന്നും ആയിട്ടുമില്ല. ആകെ ടെൻഷനാ. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. പിള്ളേർ 2 ദിവസം കൊണ്ട് അവരുടെ പരിപാടി പഠിച്ചോളൂ. അതല്ല ഇപ്പൊ എന്റെ പ്രശ്നം. ഒരു മാവേലിയെ എവിടെ നിന്നെങ്കിലും ഒപ്പിക്കണം. എന്തോ ഉദ്ദേശിച്ച ആ ഗോപി എന്നെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചത്. വല്ല തിരുവാതിരയുടെയും ചാർജ് ഏറ്റാ മതിയായിരുന്നു. തിരുവാതിരയാകുമ്പോ പെണ്ണുങ്ങളുടെ പുറകെ നടക്കാവല്ലോ. മാവേലിയുടെ കാര്യം ഏൽപ്പിച്ചത് നന്നായി. എടി, നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ മാവേലിയെ കണ്ടുപിടുത്തം. പിന്നെ നിറം കൊണ്ടും കൊടവയറ് കൊണ്ടും യോജിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു, നമ്മുടെ ആ മഹേഷ്, ആ നേഴ്സ് പയ്യനില്ലേ, അവനാണ് എന്നും നൈറ്റ് ഡ്യൂട്ടിയാ. പിന്നെ ഇപ്പൊ അവനോട് എങ്ങനെയാ ചോദിക്കുന്നേ? പിന്നെ ഇപ്പൊ ആരാ? എന്തോന്നാടാ ഈ സൂക്ഷിച്ച് നോക്കുന്നത്? ഒന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്. മാവേലിയെ കിട്ടാനേ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ആ ഗിരിഗിരിയെ പിടിച്ച് മാവേലിയാക്കടാ. വയറ്റത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടിയാൽ മതി. എന്റെ അപ്പച്ച, നമുക്ക് വേണ്ടത് മഹാബലിയെയാ, അല്ലാതെ വാമനനെ അല്ല. സണ്ണിച്ച, ഞാൻ വന്ന കാര്യം അങ്ങ് പറയാം. നമ്മുടെ ഓമനയുടെ ഓണാഘോഷ പരിപാടി അടുത്ത് വരുവാണല്ലോ. ഒത്തിരി ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അപ്പം 3 രീതിയിലുള്ള സ്പോൺസർഷിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. 1 മെഗാ, 2 ഗ്രാൻഡ്, 3 ഗോൾഡ്. സണ്ണിച്ചിൽ നിന്നും ഒരു മെഗാ സ്പോൺസർഷിപ്പാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഈ പാവാടയും പൊന്നാടൊന്നും എനിക്ക് വേണ്ട. അവാർഡ് വല്ലതും ഉണ്ടെന്ന് പറഞ്ഞു. ഈ അവാർഡ് എല്ലാം സോൾഡ് ഔട്ട് ആയിട്ട് പോയല്ലോ. എനിക്ക് പാകം ചെയ്യാവുന്നത് ഒരു കാര്യമുള്ളൂ. പത്രത്തിൽ ഒരു ഫുൾ സൈസ് ഫോട്ടോ അങ്ങ് കൊടുക്കാം. പിന്നെ പീക്ക് ടൈമിൽ ഒരു പ്രസംഗം അങ്ങോട്ട് അനുവദിക്കാം. എന്ത് പറയുന്നു? ഫോട്ടോ ഒക്കെ. ഈ പ്രസംഗം ഇംഗ്ലീഷിലായിരിക്കല്ലേ? ഇംഗ്ലീഷ് വേണ്ട, ഓണല്ലേ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അല്ല, മലയാളവും അപ്പോഴേ മാർച്ച് ഫാസ്റ്റ് നമുക്കിതാ അവിടെ നിന്ന് തുടങ്ങാം. ആദ്യം ബാനറുമൊക്കെ പിടിച്ച് നമ്മൾ കമ്മിറ്റിക്കാരെല്ലാം മുമ്പിൽ നിൽക്കുക. ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞില്ലെന്നോ? എൻ്റെ ചേച്ചി എത്ര ദിവസം മുമ്പ് ഞാൻ തന്നത്? പ്രോഗ്രാമിന് ഇനി 2 ദിവസമേ ഉള്ളൂ. നാളെയെങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചേച്ചി ഇട്ടോണ്ടാ മതി. ആ, തരുണീമണികൾ താലപ്പൊലിക്ക് വേണ്ടി അവർ വരുന്നു. അതിൻ്റെ പിന്നിലായിട്ട് വേണം ചെണ്ടമേളം. ചെണ്ടമേളത്തിൻ്റെ നടുക്ക് മാവേലി. എങ്ങനെയുണ്ട്? അത് മതി. അപ്പോഴേ ജോർജേ, നമ്മുടെ താമരശ്ശേരിയാണ് ഈ തവണത്തെ മാവേലി എന്ന് ഞാൻ അറിഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞിട്ട് വെള്ളടി ആകാവുമെന്ന് അവനോട് പ്രത്യേകം ഒന്ന് പറഞ്ഞേക്കണം. കഴിഞ്ഞ പ്രാവശ്യം നിക്കറും ഇട്ടേച്ചും അവൻ ഓലക്കൊടയ്ക്ക് പകരം പൂപ്പിക്കൊടയും ചൂടിക്കൊണ്ട് സ്റ്റേജിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ. Thank you, Dad. Thank you, Mr. Chaco. Next is a welcome speech by Mr. Gopi TK. Mr. Gopi is a successful entrepreneur and selected among the top 10 Malayali businessmen in America. He is also a former president of Omana and a very able administrator. Suhurthukale, nammal Gopi Chetane welcome cheyyam. താങ്ക് യു ലിറ്റി. മാന്യ സുഹൃത്തുക്കളെ, ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മാവേലിയാണ്.
നമ്മളെല്ലാവരും മറന്നുപോയ മാവേലിയെ പറ്റി 2 വാക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കുകയാണ്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. അതെ, കള്ളവും ചതിവുമില്ലാത്തൊരു കാലമായിരുന്നു അത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്ന് കാലം വേറെയാണ്. മോഷണം, ആക്സിഡൻറ്റ്, തീപിടുത്തം, കൊലപാതകം എന്നിവ നമ്മുടെ ചുറ്റിൽ ഇപ്പോഴുമുണ്ട്. അന്ന് നമ്മളെ സഹായിക്കാൻ മാവേലി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ സഹായിക്കാൻ ഇൻഷുറൻസ് കമ്പനികളുണ്ട്. എന്നാൽ ഒരു നല്ല ഇൻഷുറൻസ് കമ്പനിയെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? കൂണ് പോലെ മുളച്ചു പൊങ്ങുന്ന അനേകം ഇൻഷുറൻസ് കമ്പനികൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഇവരെങ്ങനെ ജനങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ചെയ്യും? അതുകൊണ്ട് സ്നേഹിതരെ, വർഷങ്ങളായി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളെ നിങ്ങൾ തിരിച്ചറിയണം. എ ഗുഡ് ഇൻഷുറൻസ് ഏജൻറ്റ് ഈസ് ഈക്വൽ ടു മാവേലി എന്ന് വേണം പറയാൻ. Thank you. Thank you very much for that speech. Thank you. Thank you. Thank you, Mr. Gopi, for that excellent speech. ഇപ്പോൾ ഒരു കുച്ചിപ്പുടി ഡാൻസ്. Thank you. നീ അവന്റെ പ്രസംഗം ശ്രദ്ധിച്ചോ? അവന്റെ കമ്പനി മാത്രം മാവേലി, നമ്മുടെയൊക്കെ ലുട്ടിലുടുക്ക് കമ്പനി. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ടാ അവൻ സ്വാഗത പ്രസംഗം ചാടി ഏറ്റത്. എന്നാലും എന്റെ ചേട്ടായി, എന്നാ ഒരു പ്രസംഗമായിരുന്നു. ആ ഗോപിയേട്ടൻ ഇൻഷുറൻസ് കമ്പനിയെ മാവേലിയോട് ഉപമിച്ചത് കേട്ടപ്പോഴേ കോരി തരിച്ചു പോയി. എടാ, അവൻ പറഞ്ഞു മുഴുവൻ പൊട്ടത്തരല്ലേ? അല്ലാതെ ഇൻഷുറൻസ് കമ്പനി തുടങ്ങിയത് മാവേലിയാണോ? ഇവൻ പറയണ പോയിട്ട് കൈയടിക്കാൻ നിന്നെ പോലെ കുറെ പൊട്ടന്മാരും. അവിടെ ഞാനിപ്പോ അവിടെ ചെന്നില്ലേ അവിടെ പ്രശ്നമാവും. ആ മാവേലി ഏത് സമയത്ത് ഇങ്ങോട്ട് വരും. ഞാൻ അവനെ നോക്കി നിന്ന് കുറെ നേരായി. അവൻ വരുമ്പോ നീ ഇവിടെ നിന്ന് പിടിച്ചു നിർത്തും, അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. നിരവധി അവാർഡുകളുടെ ഉടമയാണല്ലോ ചാക്കോ സാർ. മറ്റുള്ള അവാർഡുകളിൽ നിന്ന് എന്താണ് ഈ അവാർഡിനെ വ്യത്യസ്തമാക്കുന്നത് എന്നൊന്ന് വിശദീകരിക്കാം. സത്യത്തിൽ ഈ അവാർഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഭാരവാഹികൾ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ചെറുപ്പം മുതലേ എനിക്ക് ഓട്ടത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. സത്യത്തിൽ ആ ഓട്ടം എന്നെ പലതിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. ഐ മീൻ, വിജയത്തിന് എന്നെ സഹായിച്ചിട്ടുണ്ട്. Every night in my dreams I see you, I feel you. Every night in my dreams I see you, I feel you. Feel you. Dear friends, Omana Onam 2008 is all about kindness and compassion. As proud Malayali Americans, we believe it is our responsibility to help the poor people in Kerala. I now invite all the committee members to present the check to Mr. Uravur Chandran.